ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുലേറ്റ് എടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ഐസിയുവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. അമ്മ പോയി ചോദിക്കുമ്പോൾ അവർ ഒന്ന് പ്രഷർ അടിച്ചു എന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഇൻഫെക്ഷൻ ആയിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷുഗർ കൂടിയെന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയോ സ്ഥിരമായിട്ടൊരു കാരണം പറയണില്ല അവർ. ഈ കണ്ണിൻ്റെ ഇങ്ങനെ തുരക്കണാണോ എന്നിട്ടാന്ന് എനിക്ക് അറിയണ്ടായില്ലേ. ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോൾ ഞാൻ കാലും കൈ നോക്കിയിട്ട് അടിച്ച് ആകിയതായി. അപ്പോൾ പറഞ്ഞു നിൽക്ക് കഴിയാറായി എന്നിട്ട് ഇതും കൂടി ചെയ്തു. കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. കണ്ണിന് ഞാൻ പുലർച്ചെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂരുന്നു എറണാകുളത്തും പിറവത്തും നോക്കി ഞാൻ പണി കഴിഞ്ഞ് വരണത് രാത്രി വണ്ടി ഓടിച്ചിട്ട്. ഒരു കൂട്ടവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മോന്റെ കൈ പിടിച്ചിട്ട് വട്ടപൂജ അത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവന് ഞാൻ ചതിച്ച പോലെ അവനെ അറിയാണ്ട് ഞാൻ ചെയ്തല്ലോ. കണ്ണെടുത്ത് മാറ്റാന്നൊന്നും ഡോക്ടർമാര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചോദിക്കാൻ ചെയ്ത് ഡോക്ടർമാരെ ഞങ്ങൾ കാണൂല്ല. ഒരു മുട്ടുവേദനയ്ക്ക് ചെയ്തിട്ട് ഇത്രക്കാക്കി വെച്ചവര്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. സ്വയം ആവശ്യപ്പെട്ടതുകൊണ്ടുള്ള ഡിസ്ചാർജ് എന്ന കള്ളരേഖയാണ് ഒപ്പം കൊടുത്തയച്ചത്. ജില്ലാ ആശുപത്രിയിലും ചികിത്സയ്ക്ക് ഡോക്ടറുടെ കാൽ പിടിക്കേണ്ടി വന്നു. വന്നു നോക്കി ഇങ്ങനെ പോയി. അല്ലാണ്ട് മരുന്ന് കൊടുക്കുക അങ്ങനെ വന്ന് നോക്കും. രോഗിയുടെ അടുത്ത് വന്ന് നോക്കണ്ടേ. 1500 രൂപ ഞാൻ കൊടുത്തപ്പോ പ്രവീൺ ഡോക്ടർ നോക്കി തുടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ആശുപത്രി അധികൃതർ വിട്ടു നൽകിയിരുന്നില്ല. പിന്നീട് വിവരാവകാശ നിയമത്തിലൂടെയാണ് ഇത് നേടിയെടുത്തത്. ഫയല് കൊണ്ടുപോകാൻ അമ്മയെ എന്നിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി കൊള്ളാൻ പറയും. എന്നിട്ട് അതിലത്തെ രേഖകളൊക്കെ അവരെടുത്ത് മാറ്റി. ഒന്നും തരാണ്ട് എന്നെ വിട്ടു. മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. സനൂപിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സ്ഥലം മാറി പോയതുകൊണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുടുംബം ഞാൻ ജോലിക്ക് പോകും. അച്ഛനെ നല്ല വണ്ടി ഇടിച്ചു. അപ്പൊ അച്ഛൻ പോകുന്നുണ്ട്. ഞാൻ വീട്ടു ജോലിക്ക് പോയി. വീട്ടു ജോലിക്ക് ഞാൻ പോയിരുന്നത്. നീതി തേടി ഇനി എവിടെ പോകണമെന്ന് പോലും അറിയാതെ ഒരു കുടുംബമാകെ ഇരുട്ടിൽ കഴിയുകയാണ്.